ഉസ്താദ് എന്ത് പ്രസംഗിക്കുന്നു, AP ഉസ്താദ് എന്ത് പ്രവർത്തിക്കുന്നു, അത് എല്ലാം നമ്മൾ നോക്കണം. നോക്കിയിട്ട് നമ്മളെ ആവതുപോലെ നമ്മളത് പ്രവർത്തിക്കുകയും വേണം. ഏതുവരെ എന്നറിയോ? ഇന്ന ഫിത്ത ബസ്മി അലാ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നതിലുണ്ട് ഒരു വലിയ ധർമ്മമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരംഭക്കനിയായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ഫിത്ത ബസ്മി അലാ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരനെ ഒന്ന് കണ്ടാൽ നീ ഒന്ന് പുഞ്ചിരിക്കണം. പള്ളിയിൽ നിന്ന് കണ്ടാലും മദ്രസയിൽ കണ്ടാലും എവിടുന്ന് കണ്ടാലും ഒരു പുഞ്ചിരി നിനക്ക് ഉണ്ടാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ നടപടിക്രമങ്ങൾ നമ്മളെ കുട്ടികൾ കാണുമ്പോൾ അവർ ഛർദ്ദിക്കും. ആ കുട്ടികൾ ഛർദ്ദിച്ചാൽ ആ ഛർദ്ദിക്കുമ്പോൾ നമ്മളെ നടപടിക്രമങ്ങൾ വളരെ മുന്തിയ നിലക്കായിരിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മളെ വീട്ടിലേക്ക് ചെന്നാൽ, നമ്മളെ ബാപ്പ ഉള്ള സ്ഥലത്ത് ചെന്നാൽ ബാപ്പാട് സലാം പറയണം, ഉമ്മയോട് സലാം പറയണം, ഭാര്യയോട് സലാം പറയണം, മക്കളോട് സലാം പറയണം എന്ന് വേണ്ട അയൽവക്കത്തുള്ള ആൾക്കാരോട് നല്ല പെരുമാറ്റം പെരുമാറണം. വഖൂനുമായ സ്വാദിഖീൻ, വലിയ വലിയ മഹാന്മാർ അങ്ങനെയാണ്. മസല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇതേ നമ്മളെ മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തോറ് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പേടിച്ചു പോയി. ആ റബ്ബേ, ഉള്ളാളത്തോറ് ഇങ്ങനെ പെട്ടെന്ന് വന്നത് എന്താണ് റബ്ബേന്ന് തിരിയാത്ത ഞാൻ ബേജാറായ സമയത്ത് ഓർക്ക് തിരിഞ്ഞു ഞാൻ ബേജാറായിന്. എന്തായിരിക്കും നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. നാളെ പുതിയ സമസ്തൻ്റെ ഒരു മുഷാവറയുണ്ട്, അതിലേക്ക് കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇത് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ. ആയിക്കോട്ടെ, ഞാൻ വന്നോളാം, ജുമാൻ്റെ ശേഷം ഞാൻ വന്നോളാം. എല്ലാം കുടിച്ച് നനച്ച് കുടിച്ചിട്ട് അങ്ങനെ കുടിച്ച് നനച്ചിട്ട് കുടിച്ചിട്ട് അങ്ങനെയൊന്നും താമസിക്കണ്ട, ഞാൻ ഇവിടെ കുറച്ച് കിടക്കാം, നിങ്ങളൊന്ന് കുളിച്ചിട്ട് ഒന്ന് റായത്തായിട്ട് വരി, നമുക്ക് പോകാം. അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് മഹാനായ ഉള്ളാളത്തോറ് കോഴിക്കോട് കൊണ്ടുപോയിട്ട് മുസാവറയിലൂടെ എത്തിയിട്ട് വിഷയം പറയിപ്പിച്ചിട്ട് എൻ്റെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി. ആയിക്കോളി, ഞാൻ പോയിക്കോളാം. അത് പോയിക്കോളാം, നിങ്ങൾ വണ്ടിക്കോ ബസ്സിനൊന്നും വേണ്ട, ഞാൻ വന്ന കാറില്ലേ അത് എൻ്റെ കാറാണത്, അതിലിരുന്നോളി, നിങ്ങളെ പരക്കെ കൊണ്ടുപോയിക്കോളി, പൊരേന്ന് എത്തിയിട്ട് കാറ് ഇങ്ങോട്ട് വിട്ടു എന്നാണ്. എന്തൊരു സ്വഭാവം! ഈ പാവപ്പെട്ട അലിക്കുഞ്ഞിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യണ്ട. പക്ഷെ അത് അവരുടെ മഹാത്മ്യങ്ങളാണ്, വലിയ വലിയ മഹാന്മാരുടെ മഹാത്മ്യങ്ങളാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതും അത് എല്ലാം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മളെ അയൽക്കാര വീടുകളെ കൂട്ടത്തിൽ ഒരു ഹിന്ദുവിൻ്റെ വീടുണ്ടെങ്കിൽ, ഒരു BJP-കാരൻ്റെ വീടുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് രാത്രി പാതിരാക്ക് ആ വീട്ടിലെ കുട്ടികൾ കരയുന്ന കേട്ടാൽ ആ പരക്ക് പോകണം. മനസ്സിലായോ? നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു BJP-കാരൻ്റെ വീടുണ്ടെന്ന് വെക്കുക, ആ വീട്ടിൽ നിന്ന് രാത്രി പാതിരാക്ക് കുട്ടികൾ കരയുന്ന കേട്ടാൽ ആ വീട്ടിൻ്റെ അടുത്ത് പോകണം, പോയിട്ട് ആ വീട്ടുകാരനെ വിളിക്കണം. എന്താ നിന്റെ കുട്ടികൾ കരയുന്നതെന്താ ഒന്ന് പറഞ്ഞുകൊള്ളു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, പിന്നെ സ്കൂള് വിട്ടിട്ട് അവർ കളിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയതാണ്, പാതിരാക്ക് അവർ പൈച്ചിട്ട് കരയുകയാണ്, പുസ്തകം നോക്കുമ്പോൾ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് അവൻ പറഞ്ഞാൽ, നീ നിന്റെ വീട്ടിൽ നിന്ന് അയൽവക്കക്കാരൻ്റെ വീട്ടിലേക്ക് ആ മക്കൾക്ക് നീ ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അതൊരു മര്യാദയാണ്.